ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ ബാനറിൽ ഉണ്ണി മുകുന്ദൻ പ്രൊഡ്യൂസ് ചെയ്ത് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ ഈദ് വിഷു റിലീസായി ഏപ്രിൽ 11 വന്ന ഫിലിമാണ് ജയ് ഗണേഷ്. പടത്തിൻ്റെ ട്രെയിലർ കണ്ടതുപോലെ തന്നെ ഒരു ത്രില്ലർ മൂവിയാണ് ഈ പടം. ഒരു ക്രൈം നടക്കുന്നു, ഒരു തട്ടിക്കൊണ്ടുപോലെ കിഡ്നാപ്പിംഗ്, അതിനോട് ആസ്പദമാക്കിയിട്ടുള്ള കഥ ഒരു ത്രില്ലറായിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പടത്തിൽ ഈ ട്രെയിലർ കാണിച്ചതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ ഹാൻഡിക്യാപ്ഡ് ഇൻഡിവിജ്വൽ, കാല് രണ്ടും പാരലൈസ്ഡ് ആണ്. ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് പാരാലൈസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഈ പാരാലൈസ്ഡ് ആയതുകൊണ്ടുള്ള, ആക്സിഡൻറ്റിനെ തുടർന്നിട്ട് കാല് രണ്ടും ചലനശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള പുള്ളിക്കാരൻ്റെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, മറ്റുള്ളവരെ പോലെ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ, അതൊക്കെ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ കുറച്ച് കാണിച്ച് പിന്നെ പുള്ളിക്കാരൻ്റെ ഡെയിലി ആക്ടിവിറ്റീസും പിന്നെ ഓരോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ് കാര്യങ്ങളൊക്കെ കാണിച്ച് പടം ഇങ്ങനെ സ്ലോ പേസിൽ തുടങ്ങുന്നു. പിന്നെ പടത്തിൽ ഈ ഫസ്റ്റ് ഹാഫിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു ക്രൈം, അതിനെ തുടർന്നുണ്ടാവുന്ന ത്രില്ലിംഗ് മൊമെൻറ്റ്സ്, അതാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. പടത്തിൻ്റെ ഡയറക്ടർ നമുക്കറിയാം, പുള്ളിക്കാരൻ ഒരു പ്രൂവൻ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ പടം, രഞ്ജിത് ശങ്കറിൻ്റെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ പാസഞ്ചർ, അർജുനൻ സാക്ഷി, അതേപോലെ തന്നെ പ്രേതം 2, വർഷം, അങ്ങനത്തെ ഒരുപാട് നല്ല പടങ്ങൾ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. പുണ്യാള അഗർബത്തീസൊക്കെ അദ്ദേഹം ചെയ്തതാണ്. അത് അദ്ദേഹം മുമ്പ് ചെയ്ത പടങ്ങളൊക്കെ നല്ല രീതിയിലുള്ള എൻ്റർടൈനേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ജോണറിൽ പെടുന്ന ഒരു പടം തന്നെയാണ് ഇത്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ പോയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പടം തന്നെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു BGM ഒന്നോ രണ്ടോ സോങ്സും പടത്തിനകത്തുണ്ട്. പടത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു മൂഡ് നിയന്ത്രിക്കുന്ന BGM പ്ലസ് ഉണ്ണി മുകുന്ദൻ്റെ ആക്ടിങ്ങുമാണ്. ഉണ്ണി മുകുന്ദനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പടം കഴിയും തോറും പോളിഷ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻപ് ഇറങ്ങിയിട്ടുള്ള മേപ്പടിയാനിൽ നിന്നും ഈ പടത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കുറച്ചും കൂടെയൊക്കെ ഒരു പോളിഷ്ഡ് ആയിട്ട്, കുറച്ചും കൂടെയൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം അഭിനയിക്കുകയാണെന്നും തോന്നാത്ത രീതിയിൽ ബിഹേവിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത്. ഒരുപാട് ആക്ടേഴ്സൊന്നും ഈ പടത്തിലില്ല. പടത്തിലായിട്ട് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഉണ്ണി മുകുന്ദന്, പിന്നെ അതേപോലെ തന്നെ ജോമോളുണ്ട്, പഴയകാല നടി ജോമോൾ വന്നിട്ടുണ്ട്, ഹരീഷ് പേരടി ഉണ്ട്, പിന്നെ ഒരുപാട് പുതുമുഖങ്ങളായി പടത്തിലുള്ളത്. നായികയായിട്ട് പേരിന് മഹിമ നമ്പ്യാറുണ്ട്. വളരെ കുറച്ച് ആക്ടേഴ്സ് വെച്ച് മാത്രം ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പടങ്ങളൊക്കെ പോലെ തന്നെ അധികം ആക്ടേഴ്സൊന്നും ഇല്ലാതെ വളരെ കുറച്ച് നമ്പർ ഓഫ് ആക്ടേഴ്സ് വെച്ചിട്ട് മാത്രം നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലെ പടം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിൻ്റെ നമുക്ക് പ്ലസ് പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കഥ, അത് കുഴപ്പമില്ലാത്ത രീതിയിലെ മേക്കിങ്, നല്ല രീതിയിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലെ BGM, നല്ല നടിപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ പടത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാം. പിന്നെ കുറേ പോയിന്റിൽ ത്രില്ലിംഗ് മൊമെൻറ്റ്സും ഈ പടം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ചില പോയിന്റുകളിൽ മാത്രം കുറച്ചൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും പടത്തിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോൾ, ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും നല്ല മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു സ്കോർ പറയുകയാണെങ്കിൽ ഒരു 6 ഔട്ട് ഓഫ് 10 ഒക്കെ നമുക്ക് കൊടുക്കാം. 6, 10 ഒരു 6 മാർക്കൊക്കെ കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാൻ രഞ്ജിത് ശങ്കറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പടത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് ഉണ്ണി മുകുന്ദൻ്റെ ആക്ടിംഗ് ആണ്. അദ്ദേഹം ഓരോ പടങ്ങൾ കഴിയും തോറും പോളിഷ്ഡ് ആയിട്ട് വരുന്നു, മികവുറ്റ നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു പ്രോമിസിങ് നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഒരു ഒത്തിണങ്ങിയിട്ടുള്ള, ഫാമിലിക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ആക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ടൈമുണ്ട്. പിന്നെ ബാക്കിയുള്ള പടങ്ങളൊക്കെ കണ്ടു, ഇപ്പോൾ ആവേശം കണ്ടു, ആടുജീവിതം കണ്ടു, വർഷങ്ങൾക്ക് ശേഷം കണ്ടു, ഇനി ടൈമുണ്ട്. അതേപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക, ഒരു മലയാളം മൂവി കാണണം, തിയേറ്ററിൽ പോയിട്ട് കാണണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ പടം തിയേറ്ററിൽ പോയി കാണുന്നതിന് തെറ്റൊന്നുമില്ല. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി ഒന്നുമല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എബോ ആവറേജ് മൂവി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. 6 ഔട്ട് ഓഫ് 10 ആണ് ഈ പടത്തിന് കൊടുക്കാൻ വിചാരിക്കുന്ന മാർക്ക്.